ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് പരിപ്പ് തയ്യാറാക്കി. കൃഷ്ണ ജയന്തിയായിട്ട് ഞാൻ ശകലം പരിപ്പ് വെച്ചു. അപ്പോൾ പരിപ്പും പപ്പടവുമാണ് ഇന്ന്. അതിന് ഞാൻ ചെറുപയർ വറുത്തിങ്ങനെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ തൊലി കളയുന്നതിൻ്റെ നമുക്കിവിടെ ചെറിയ ഇടിക്കുള്ളയിലെ ആ കുഴവ് വെച്ച് ഞാനിങ്ങനെ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലിട്ട് നല്ലതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞതിൻ്റെ തൊലിയെല്ലാം ഇളകി വന്നോളൂ. എന്നിട്ട് നമ്മളൊന്ന് പാറ്റി ഇത് ചെയ്തെടുത്താൽ മതി, വൃത്തിയാക്കി. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പരിപ്പ്. നമുക്ക് പരിപ്പൊക്കെ കുറേശ്ശല്ലേ എല്ലാവരും കഴിക്കുള്ളൂ. ഇതാ ഇത്രയേ ഉള്ളൂ, ഒരു അര ഗ്ലാസ്സോളം ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ, 2 ഒരു 3 വിസിലടിച്ച് നല്ലതായിട്ട് ഉടഞ്ഞ് വരണമല്ലോ. അപ്പോൾ അതിനാവശ്യമായ ഉപ്പൊന്നും കൂടിപ്പോകരുത്, ഇട്ട് നല്ലതായിട്ടൊന്ന് ഒരു 2-3 വിസിൽ വരുന്നവരെ. അതിന് അരപ്പെടുക്കാൻ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു അരമുറിയുടെ പകുതി തേങ്ങ, ജീരകം, ഉള്ളി, പച്ചമുളക്. ചെറിയ ഉള്ളിയാണ് നല്ലത്, എൻ്റെ ഈ സവാളയാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് അതിട്ട്. അപ്പോൾ നല്ലതായിട്ടതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, കാരണം ഇതിന് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഓൾറെഡി ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അരയ്ക്കുന്നതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണം. ഞാൻ കഷ്ണം മഞ്ഞളും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് നമ്മളിത് തിളക്കരുത്. അതിന് മുമ്പേ ഇളക്കി എടുത്തതിന് ശേഷം കടുക് വറുത്ത് എടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയും ഇതെല്ലാമായിട്ട് പിരിഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടാക്കി നല്ലതാക്കി എടുത്തിട്ട് ഞാൻ ചെറിയ കറിച്ചട്ടിയിലാണ് കടുക് വറുത്തു. അതായത് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ശകലം വെളിച്ചെണ്ണയാണ്. അപ്പോൾ വറ്റൽമുളക്, ഉള്ളി ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മളിതിനകത്തോട്ട് പരിപ്പ് മിക്സ് ഒന്ന് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഒഴിക്കുകയാണ്. ചട്ടി തന്നെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച് കുക്കർ കഴുകിയിട്ട് വേറെ ആവശ്യമുള്ളതുകൊണ്ട് കുക്കർ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിലോട്ട് കടുക് വറുത്ത് ഒഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ വീഡിയോകൾ ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കമൻറ്റ്സ് ഇടുകയും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുകയും. പരിപ്പ് വയ്ക്കാൻ അറിയാത്തവരായി ആരും കാണില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പണ്ട് തൊട്ടേ അമ്മയൊക്കെ ചെയ്യുന്ന രീതികൾ കണ്ട് പഠിച്ച റെസിപ്പീസാണ് ഞാൻ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം വീട്ടിലെ അതേ രീതിയിലാണ്. 2-3 രീതിയിൽ പരിപ്പ് കറി വയ്ക്കാൻ പറ്റും. ഇതൊരു രീതിയാണ്. ഇനി അല്ലാതെ ഇതിൻ്റെ പരിപ്പ് പിളർപ്പ് വേവിച്ച് കടുക് വറക്കാതെയും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.